കരിയറിൽ 3 ട്രോഫികൾ മാത്രമാണ് ആന്റോയിൻ ഗ്രീസ്മാൻ നേടിയിട്ടുള്ളത്. യൂറോപ്പ ലീഗ്, സൂപ്പർ കപ്പ്, സൂപ്പർ കോപ്പ ഡി എസ്പാനിയ. ശരിക്കും അതാണോ അദ്ദേഹം അർഹിക്കുന്നത്? 10 വർഷക്കാലം അത്ലറ്റിക്കോക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു ലാലിഗയില്ല, ഒരു ചാമ്പ്യൻസ് ലീഗില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ കാണുമ്പോൾ ഒരു ഭാഗ്യമില്ലാത്ത കരിയർ ആയിട്ട് പോലും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ്? 2019-20 ബാർസലോണയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ഏകദേശം 2 സീസണ് അദ്ദേഹം ബാർസലോണക്ക് വേണ്ടി കളിച്ചു. അദ്ദേഹം കളിച്ച ആ 2 സീസണിലും ബാർസലോണക്ക് ലാലിഗ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. പകരം ആരാണ് അത് വിജയിച്ചിട്ടുള്ളത്? അത്ലറ്റിക്കോ മാഡ്രിഡ് ലാലിഗ നേടി. അങ്ങനെ 2 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തുന്നു. അദ്ദേഹം എത്തിയ നെക്സ്റ്റ് സീസൺ ഇവിടെ ബാർസലോണ ലാലിഗ നേടുന്നു. ഇനിയിപ്പോൾ ഈ സീസണിൽ തന്നെ നോക്കുക, കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരത്തിൽ റിയൽ സോസിഡാസിനോട് അവർ പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഇന്ന് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ക്ലബ്ബ് തലത്തിൽ ഒരു താരം നേടേണ്ട പല ട്രോഫികളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മറ്റാരും ഒന്ന് കൊതിച്ചു പോകുന്ന തൻ്റെ രാജ്യത്തെ ലോകത്തിലെ രാജാവാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. 2018 വേൾഡ് കപ്പ് വിജയിച്ചവനാണ്. 18 ആ കിരീട നേട്ടത്തിൽ മുഖ്യ പങ്കുവഹിച്ച താരമാണ് ആന്റോയിൻ ഗ്രീസ്മാൻ. ശരിയാണ്, കിലിയൻ എംബാപ്പയുടെ ഉദയം കണ്ട വേൾഡ് കപ്പ് ആണെങ്കിൽ കൂടി അദ്ദേഹം പിറകിൽ നിന്നും കളി മെനഞ്ഞതുകൊണ്ടാണ് ഫ്രാൻസ് ഈ ഒരു വിജയത്തിലേക്ക്, ഈ ഒരു കിരീട നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടർ ആയിട്ടാണ് അദ്ദേഹം ആ വേൾഡ് കപ്പ് അവസാനിപ്പിച്ചത്. ഈ 2022 വേൾഡ് കപ്പിലും എന്താണ് സംഭവം? 2022 വേൾഡ് കപ്പിലും അദ്ദേഹം തിളങ്ങി ഫ്രാൻസിനെ ഫൈനൽ വരെ കൊണ്ടെത്തിച്ചു. ഇന്നിതാ ഈ സീസണോട് കൂടി അത്ലറ്റിക്കോ മാഡ്രിഡിനോട് അയാൾ വിട പറയുകയാണ്. 10 വർഷത്തെ ആത്മബന്ധം. അത്ലറ്റിക്കോയുടെ ലെജൻഡായി തന്നെ അദ്ദേഹം എക്കാലത്തും ഉണ്ടായിരിക്കും. മോസ്റ്റ് അൺറേറ്റഡ് ജെമ്മായി ആന്റോയിൻ ഗ്രീസ്മാൻ അവിടെ വിട്ട് പടിയിറങ്ങുകയാണ്.